ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി, മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്തു സ്വയം രക്ഷപ്പെട്ടവനാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ തുറന്നടിച്ച് അഖിലമാരാര് വയനാട് ഉരുൾപൊട്ടലില് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. ദുരന്തമുണ്ടായപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാതെ കേന്ദ്രം സഹായം നൽകിയിരുന്നു. എന്നിട്ടും കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ കേന്ദ്രത്തിനെ പഴിചാരുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5 താരം അഖിലമാരാർ. ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി, മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്തു സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി എന്ന കുറിപ്പിൽ തുറന്നടിച്ചിരിക്കുകയാണ് അഖില. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ജൂലൈ 23 കേന്ദ്രം പറഞ്ഞു. കേരള സെ ലാൻഡ്സ്ലൈഡ് ഹോനേക്ക് സംഭാവന ഹേ. മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ്സ്ലൈഡ് ഉണ്ടായാല് സംഭാവന പിരിക്കാം. അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി, മറിച്ചു ദുരന്തങ്ങൾ മുതലെടുത്തു സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി. പ്രളയം, കൊറോണ, 2018 പ്രളയം സർക്കാർ വരുത്തി തീർത്തത് ആണെങ്കിൽ ഇത്തവണ മുന്നറിയിപ്പ് കാര്യമായി എടുക്കാതെ ഭാഗികമായി കൂട്ടുനിന്നു എന്ന് പറയാം. നിലവിലെ പ്രധാന ചർച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണോ വേണ്ടയോ എന്നതാണ്. 100% ദുരിതാശ്വാസ നിധിയിലേക്ക് ചെല്ലുന്ന പണത്തിന് സുതാര്യത ഉണ്ട്. എന്നാൽ അത് ചിലവഴിക്കുന്ന കാര്യങ്ങളില് മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരം ഉണ്ട് എന്നതും. കാലങ്ങളായി തന്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ ദൈവമായും ക്യാപ്റ്റനായും മാത്രം മാറും. സഹായം വീണ്ടും അധികാരത്തിലെത്താനുള്ള മാർഗമായി മുൻകാലങ്ങളിലെ പോലെ ഇവർ എടുക്കും. ദുരന്ത വാർത്ത ഇങ്ങനെ പലയിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ സഹായം ചെയ്യാൻ ഓടുന്നവരുടെ വലിയ ബഹളം കാണാം. അതുകൊണ്ട് തന്നെ നിലവിലെ സഹായം പലപ്പോഴും അതിരു കടന്നു പോകും. വയറു നിറഞ്ഞവന് അധികം വരുന്ന ഭക്ഷണം വേസ്റ്റ് ആകും പോലെ പല സഹായങ്ങളും ഫലപ്രദമല്ല. എന്നാൽ 1 മാസം കഴിഞ്ഞാല് ആരും ഇവരെ തിരിഞ്ഞു നോക്കില്ല. അർജുന് വേണ്ടി കാത്തിരുന്ന മലയാളി ഇപ്പോൾ അർജുനെ ഓർക്കുന്ന കൂടി ഉണ്ടാകില്ല. ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരിക പലർക്കും പ്രയാസമാണ്. എന്നിരുന്നാലും വീട് നഷ്ടപ്പെട്ടവർക്ക് നാളെ പുനരധിവാസം ഉണ്ടാകണം. അവർക്ക് വേണ്ടി 3 വീടുകൾ വെച്ച് നൽകാൻ ഞാനും സുഹൃത്തുക്കളും തീരുമാനിച്ചു. ദുരന്തം ആവർത്തിച്ച് സംഭവിക്കുന്ന വയനാടൻ മണ്ണിലല്ല, ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ നാട്ടിലേക്ക് 0.5 സെന്റ് സ്ഥലവും വീടും ഞങ്ങളുടെ വക. നിലവിലെ സാഹചര്യം മാറി കഴിയുമ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക് ഈ ദുരന്ത ഭൂമിയുടെ ഓർമ്മകള് മറന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ തയ്യാർ.